ഇതിന് പ്രീവിയസ് വെർഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വെയിറ്റ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഏകദേശം 1 കിലോയോളം ലൈറ്ററാണ് മുമ്പത്തെ വെർഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ക സ്റ്റാൻഡേർഡായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിലെങ്ങും ഓവറായിട്ട് എനിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സ്റ്റിക്കേഴ്സ് ആയാലും അല്ലെങ്കിൽ ഡീകോൾസ് ആയാലും വണ്ടിയുടെ ഗ്രാഫിക്സ് ആയാലും ഈ ഒരു കളറായാലും പക്ക ഡീസൻ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. 200ൻ്റെ 95% 200ൻ്റെ പാർട്സ് വെച്ചാണ് 160 ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈഡ് ബൈ സൈഡ് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പക്ക സിമിലറാണ്. NS200 നിങ്ങൾക്ക് കിട്ടുന്ന സെയിം ബ്രേക്കിംഗ് സിസ്റ്റം ഇപ്പോൾ നിങ്ങൾക്ക് NS160 കിട്ടുന്നുണ്ട്. ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ നൈസായിട്ട് കാണാൻ പറ്റും. പിന്നെ ഡിസ്റ്റൻസ് എംറ്റി ഫീച്ചേഴ്സും ഇതിലുണ്ട് കേട്ടോ. അതായത് റിമൈനിങ് പെട്രോളിൽ നമുക്ക് എത്ര റേഞ്ച് കിട്ടും എന്നുള്ള കാര്യമൊക്കെ കാണാൻ പറ്റും. എക്സോസ്റ്റ് സൗണ്ട് നോക്കാം കേട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ 2023 എഡിഷൻ NS160 ആണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ NS200 കഴിഞ്ഞ വീഡിയോയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ഗ്രാഫിക്സ്, ഒരു സെയിം കളർ സ്കീം, സെയിം USD ഫോക്സ് ഒക്കെ ആയിട്ട് നമ്മുടെ NS160യും NS200 കൂടെ ഒരുമിച്ചാണ് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ NS160 ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ളി അപ്ഡേറ്റഡ് ആണ്. നമ്മുടെ NS200 NS160 കൂടെ സൈഡ് ബൈ സൈഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് 160 ഏതാണ് 200 എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ലെവലിലേക്ക് വണ്ടി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ടയേഴ്സൊക്കെ ഫാറ്റർ ടയേഴ്സ് ആക്കിയിട്ടുണ്ട്. അതായത് 200 കണ്ട സെയിം ടയേഴ്സ് തന്നെ 160 ആക്കിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത കാരണം ഞാൻ പറയുന്നത്, ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും സെയിം ഹെഡ്ലൈറ്റ്, സെയിം USD ഫോക്സ്, സെയിം ഹാൻഡിൽ ബാർസ്, സെയിം ഇൻഡിക്കേറ്റേഴ്സ്, സെയിം ടയർ സൈസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ സൈഡ് ബൈ സൈഡ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏതാണ് 160 നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് ഏതാണ് 200 എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്കാണ് ഇപ്പോൾ നമ്മുടെ NS160യും NS200 നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എഞ്ചിൻ സൈഡ് കാണുമ്പോഴാണ് കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ 200 അത്യാവശ്യം നല്ല വലിയ എഞ്ചിൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ എഞ്ചിൻ കുറച്ച് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ബാക്കിയൊക്കെ എല്ലാം സിമിലറാണ്. ഫസ്റ്റ് വെർഷനിൽ കുറച്ച് ടയേഴ്സൊക്കെ കുറച്ച് തിന്നായിരുന്നു. ഇപ്പോൾ ഒരു 95% NS200 NS160 സിമിലറാണ് കേട്ടോ. ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ, USD ഫോക്സ്, ഡ്യുവൽ ചാനൽ ABS ഒക്കെ വന്നിട്ടുണ്ട്. വണ്ടി സീനാണ്, വേറെ ലെവലാണ്. മുമ്പത്തെ 160 പോലെയല്ല. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷനിലോട്ട് പോകാം. വണ്ടി ആദ്യമായിട്ടൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് 200ൻ്റെ സെയിം സൈസാണ് കേട്ടോ. 200ൻ്റെ 95% 200ൻ്റെ പാർട്സ് വെച്ചാണ് 160 ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈഡ് ബൈ സൈഡ് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പക്ക സിമിലറാണ്. ഏതാണ് 160 ഏതാണ് 200 നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്കാണ് ഈ ഒരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളർ സ്കീം എനിക്ക് ശരിക്കും വൈറ്റ് വെച്ച് ചെയ്യണമെന്നായിരുന്നു കേട്ടോ. നമ്മുടെ NS200 ഈ ഒരു സെയിം ബ്ലാക്ക്, അതായത് ഈബോണി ബ്ലാക്ക് എന്നാണ് ഈ ഒരു കളറിൻ്റെ കറക്റ്റ് പേര് വരുന്നത്. 200 നമ്മൾ ഈ ഒരു സെയിം ഗ്രാഫിക്സ് ആണ് ഇതിന് മുമ്പ് റിവ്യൂ ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഒരു വൈറ്റോടെ ഇരിപ്പുണ്ട് കേട്ടോ. വൈറ്റ് 160 ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ വൈറ്റ് 160 കാണാനില്ല. കുറേ അധികം വണ്ടികളോട് ഇരിപ്പുണ്ട് കേട്ടോ. ഒരു ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഹാൻഡിൽ ബാറും USD ഫോക്സൊക്കെ എല്ലാം സെയിമാണ്. ടൈൽ പോർഷൻ സെയിമാണ്. ടയർ സൈസൊക്കെ ഇപ്പോൾ സെയിം ആയിക്കോണം. ഡിസ്ക് NS200 നിങ്ങൾക്ക് കിട്ടുന്ന സെയിം ബ്രേക്കിംഗ് സിസ്റ്റം ഇപ്പോൾ നിങ്ങൾക്ക് NS160 കിട്ടുന്നുണ്ട്. വലിയ ഡിസ്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. 300 തന്നെയാണ് ഫ്രണ്ടിൽ ഡിസ്ക് വരുന്നത്. NSലും ഇപ്പോൾ 300 ആക്കിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത് സിമിലറാണ്. ബാക്കി എല്ലാം സിമിലറാണ്. നമുക്ക് എവിടെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്, ഇത് 160 ആണെന്ന് എവിടെ നോക്കുമ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇത് 160 എന്ന് ടാങ്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് അടിച്ചിട്ടുണ്ട്. അത് ഒരു പക്ക മിറർ ഫിനിഷാണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്കറാണ്, അതൊരു മിറർ ഫിനിഷായിട്ട് അടിച്ചിട്ടുണ്ട്. ക്രോമിയം ഫിനിഷ് പോലെയാണ് കേട്ടോ. സ്റ്റിക്കറാണ് വരുന്നത്. ബ്ലാക്കിൽ നല്ല മാച്ച് ഉണ്ട്. അപ്പോൾ അവിടെ 160 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓയിൽ കൂൾഡെന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എഞ്ചിൻ സൈഡ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ 200 കുറച്ചുകൂടെ വലിയ ലിക്വിഡ് കൂൾഡായിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. ഇതിൽ ഓയിൽ കൂൾഡായിട്ട് എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഒരു എയർ കൂളിങ്ങിൻ്റെ ആ ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരു എഞ്ചിൻ സൈഡ് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ചെറിയ എഞ്ചിനാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബാക്കിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ഫുഡ് റെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ചെറിയൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഫുഡ് റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ബാക്കി ടൈൽ പോർഷൻ എല്ലാം സെയിമാണ്. നമ്മുടെ ടൈൽ സെക്ഷൻ ആയാലും സീറ്റ് ആയാലും നമ്മുടെ ഗ്രാബ് റെയിലായാലും ഇൻഡിക്കേറ്റേഴ്സ്, ഹാൻഡിൽ ബാർ, ഹെഡ്ലൈറ്റ്, USD ഫോക്സ്, നമ്മുടെ മഡ് ഗാർഡ്, ബാക്കിയെല്ലാം സെയിമാണ്. ബാക്കിയെല്ലാം നമ്മുടെ 200 കണ്ട ആ ഒരു സെയിം തന്നെയാണ്. ഈ ഒരു ടൈൽ സെക്ഷനൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വേറെ NS200 ഇതും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. എഞ്ചിൻ സൈഡിലും നമ്മുടെ ഈ ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞ ബാക്കി സംഭവത്തിലാണ് നമുക്കിത് 160 ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുള്ളത്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഇംപ്രഷൻ തോന്നുന്നുണ്ട്. ഇതിന് മുമ്പത്തെ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനും അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഭയങ്കര ഒരു ബോറാണെന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് ബോറായിരുന്നു എന്ന് തന്നെ പറയട്ടെ. മുമ്പത്തെ ഒരു കളർ സ്കീം എന്ന് പറയുന്നത് അത് ഇതിലും വൈറ്റ് അലോയും വൈറ്റ് ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവർ റിക്കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പനി ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടാവണം പക്ക സ്റ്റാൻഡേർഡായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിലെങ്ങും ഓവറായിട്ട് എനിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സ്റ്റിക്കേഴ്സ് ആയാലും അല്ലെങ്കിൽ ഡീകോൾസ് ആയാലും വണ്ടിയുടെ ഗ്രാഫിക്സ് ആയാലും ഈ ഒരു കളറായാലും പക്ക ഡീസൻ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എങ്ങും ഒരു ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ഞാൻ NS200 റിവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി പക്ക ഡീസൻ്റാണ്. വണ്ടി എക്സ്ട്രാ ഡീസൻ്റാണ്. എവിടെയൊക്കെ എല്ലാ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കായാലും നമുക്കൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്, ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിലായിട്ട് സ്പെക്കിലോ ഇട്ട് കാര്യമായിട്ട് വരാം. അപ്പോൾ ഭയങ്കര ഡീറ്റെയിലായിട്ട് ഞാൻ പോകുന്നില്ല. കാരണം നമ്മുടെ കുറച്ച് എടുത്ത് പറയേണ്ട കുറച്ച്
കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എടുത്ത് പറയേണ്ട കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞുതരാം. ബാക്കിയെല്ലാം സെയിം ആണ്. ബാക്കി നമ്മുടെ NSൽ പറഞ്ഞ പോലത്തെ നമ്മളെ USD ബോക്സ് വരുന്നുണ്ട്, പിന്നെ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്, നമ്മുടെ ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ, ഡിസ്റ്റൻസ് സെൻസിറ്റിവിറ്റി, അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് NSൽ വന്ന പോലത്തെ സെയിം സാധനം തന്നെ NS160ലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പെക്കിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മിറേഴ്സ് ഇല്ല കേട്ടോ. സെയിം ടിപ്പിക്കൽ നമ്മൾ NSൽ ഇതുവരെ കണ്ട ആ ഒരു മിറേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഇതിൽ മിറേഴ്സ് ഇല്ല. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാർ സെയിം 3 പീസ് ഹാൻഡിൽ ബാർ തന്നെയാണ്. ആ 3 പീസ് ഹാൻഡിൽ ബാർ തന്നെയാണ് നമ്മുടെ USD ഫോക്സ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിലും ഒരു പ്രൈസ് കട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ USD ഫോക്സ് വരുന്നത് നമ്മളെ വണ്ടിയിൽ നമ്മൾ ബാർ ഹാൻഡിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെയിം 3 പീസ് ഹാൻഡിൽ ബാർ തന്നെ USD ഫോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം NS160 സെയിം തന്നെയാണ്. 98% അല്ലെങ്കിൽ 95% നമ്മുടെ NS160 കിട്ടുന്ന സെയിം പാർട്സ് വെച്ചാണ് ഈ ഒരു വണ്ടി ചെയ്തേക്കുന്നത്. അതായത് NS160 നമുക്ക് പവറും പെർഫോമൻസും ആ ഒരു ലുക്സും ആണെങ്കിൽ ആ ഒരു അത്രയും സാധനം എടുത്ത് വെച്ചിട്ട് ചെറിയൊരു 160cc എഞ്ചിൻ വെച്ച് ചെയ്തൊരു വണ്ടി. അത്ര എനിക്ക് പറയാനുള്ളത് കേട്ടോ NS160 പറ്റി. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ ആയാലും ഹെഡ്ലൈറ്റിൻ്റെ സൈസ് ആയാലും ബാക്കി എല്ലാം സെയിം ആണ്. LED ഒന്നും ആയിട്ടില്ല. ഇൻഡിക്കേറ്റേഴ്സൊക്കെ സാധാ ഹാലോജൻ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റ്സ് ആയാലും മുമ്പ് കണ്ട ആ ഒരു ഹാലോജൻ ടൈപ്പ് തന്നെയാണ് വരുന്നത്. സൈഡിൽ 2 ഡീകോൾസൊക്കെ ഞാൻ നേരത്തെ NSൽ പറഞ്ഞ പോലത്തെ പുതിയതാണ് വരുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് നമ്മുടെ USD ഫോക്സ് ആണ് കേട്ടോ. ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു USD ഫോക്സ് കാണാൻ പറ്റും. നമ്മുടെ NS160 നമ്മൾ ഈ സെയിം കളറാണ് ചെയ്തത്. ഏകദേശം ഒരു ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നാഡോ ഗ്രേ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു USD ഫോക്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ 33mm തന്നെയാണ് വരുന്നത്. 200 കണ്ട നമ്മൾ സെയിം ആ ഒരു 33mm USD ഫോക്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലോട്ടൊക്കെ താഴോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇവിടേക്ക് ഒരു കാർബൺ ഫൈബർ ഫിനിഷിങ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര ഒരു കുറച്ച് പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ചാനൽ ABSൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഈ ഒരു സൈഡ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡ് ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ മുമ്പ് കണ്ട മൽഗാൻ ഡിസൈൻ തന്നെയാണ്. പിന്നെ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഇവിടെ നിന്ന് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സൈഡിൽ കുറച്ച് പ്രൊട്ടക്ഷൻ മണ്ണൊന്നും ഡയറക്റ്റ് അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ടൊക്കെ കുറച്ചൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പുതുമ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അലോയ്സായിട്ട് പോകുമ്പോഴത്തേക്കും അലോയ് ഫുള്ളി ബ്ലാക്ക് അല്ല വരുന്നത്. അത് നമ്മുടെ 200 കണ്ട സെയിം ഗ്രേ കളർ വരുന്ന ഒരു അലോയ്സായിട്ട് വരുന്നത്. ഇതിന് പ്രീവിയസ് വെർഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വെയിറ്റ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫ്രണ്ടിൽ USD ബോക്സ് വരുന്ന സമയത്ത് വണ്ടി കുറച്ച് ഫ്രണ്ടിൽ വെയിറ്റ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം വെയിറ്റും കാര്യങ്ങളൊക്കെ റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഞാൻ അതിൽ പറഞ്ഞാൽ നമ്മുടെ F250 അല്ല N250 എന്നൊക്കെ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ അലോയ്സാണ് ഇതിൽ വരുന്നത്. ഏകദേശം 1 കിലോയോളം ലൈറ്ററാണ് മുമ്പത്തെ വെർഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ടയർസിൻ്റെ സെക്ഷനിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ MRFൻ്റെ സാപ്പർ തന്നെയാണ് വരുന്നത്. നൈലോൺ ടയറാണ്. ഫ്രണ്ടിൽ 100/80/17 വരുന്നത്. ബാക്കിലോട്ട് ഞാൻ പോവാം. 100/80/17 എന്ന് പറയുമ്പോൾ നമ്മൾ 200 കണ്ട പോലത്തെ സെയിം സൈസ് തന്നെയാണ് വരുന്നത്. NS160 ഇറങ്ങിയ സമയത്ത് ടയറിൻ്റെ സൈസിലായിരുന്നു എല്ലാവർക്കും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നത്. ബാക്കിലത്തെ ടയർ സൈസ് ആയാലും ഫ്രണ്ടിലായാലും ഇതിന് ടയർ സൈസ് ഭയങ്കര കുറവാണെന്നുള്ളൊരു പരാതി എടുത്ത കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വണ്ടി കണ്ടവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ USD ഫോക്സ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ്. ഫ്രണ്ടിലത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കും, ഭയങ്കര വലുതായിട്ട്. അത് 300mm ആണ് ഇതിൻ്റെ ഡിസ്കിൻ്റെ സൈസ് ഇപ്പോൾ വരുന്നത്. മുമ്പ് ഇത്രയും സൈസ് പോലും ഇല്ല. എനിക്ക് തോന്നുന്നു 230 ആണ് ഫ്രണ്ടിൽ വന്നിരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. NS160 ബാക്കിൽ ഡിസ്ക് ഇല്ലാത്ത വേരിയൻ്റാണ് ആദ്യം ഇറങ്ങിയത്. നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് അവൈലബിൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡ്യുവൽ ചാനൽ ABS ആക്കിയിട്ടുണ്ട്. അതായത് ഒറ്റ വെർഷനേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓപ്ഷണലൊന്നുമല്ല. ഈ ഒരു ഡ്യുവൽ ചാനൽ ABS ഒരു ഒറ്റ വേരിയൻറ്റ് മാത്രമാണ് നമുക്കിപ്പോൾ വാങ്ങാൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലും സെയിം ഗ്രമീക്ക തന്നെയായിട്ട് വരുന്നത്. നമ്മുടെ ബൈബിളുടെ കാലിപ്പർ മാറിയിട്ട് ഇറ്റാലിയൻ ബ്രാൻഡായ ഗ്രമീക്ക തന്നെയാണ് വരുന്നത്. കുറച്ചുകൂടെയൊക്കെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. 300mm വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് കൂടുമ്പോഴത്തേക്കും ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു വലിയ ഡിസ്കൗണ്ട് ഉണ്ട്. അലോയി നിറഞ്ഞാണ് ഡിസ്ക് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ NS160 ഡിസ്ക് എന്ന് പറയുന്ന പെറ്റൽ ഡിസ്ക് ആയിരുന്നു. അതായത് ഈ ഒരു സൈഡിൽ ചെറിയൊരു കട്ടിങ് പോലത്തെ ഡിസൈൻ ഉണ്ടായിരുന്നു. അത് ടോട്ടലി മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് പക്ക ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഡിസ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡ്യുവൽ ചാനൽ ABS ആണ് വണ്ടിക്ക് ഇപ്പോൾ ഉള്ളത്. നല്ല ബൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്യുവൽ ചാനൽ ABS ആയതുകൊണ്ടും പിന്നെ നമ്മുടെ ഡിസ്കിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രേക്കിങ്ങും എഫിഷ്യൻസി അല്ലെങ്കിൽ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വണ്ടിക്ക് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ടയർ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിലോട്ടൊക്കെ അല്ലെങ്കിൽ ബാക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് ടയറിൻ്റെ സൈസാണ് 130/70/17 നമുക്ക് അത്യാവശ്യം ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു വലിയ ടയറായിട്ട് ഫീൽ ചെയ്യും. കുറച്ച് ബിഗ് ടയറായിട്ട് ഫീൽ ചെയ്യും. കാരണം 70 വരുന്നതുകൊണ്ട് ഇവിടെ നിന്ന് അലോയ് തൊട്ട് മുകളിലോട്ടുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ നമ്മുടെ NS160 കണ്ട സെയിം ടയർ സൈസാണ് കേട്ടോ. NSന് ഇപ്പോൾ 160ക്കും സെയിം ടയർ സൈസാണ് വരുന്നത്. അതായത് 130/70/17 ടയർ സൈസ് വരുന്നത്. പിന്നെ ബാക്കിലത്തെ അലോയ്സും അത് തന്നെയാണ് പറയാനുള്ളത്. ബാക്കിലത്തെ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 230 ആണ്. 230mm ഡിസ്ക്കാണ് വരുന്നത്. ഈ ഒരു അലോയിൽ ഫ്രണ്ടും ബാക്കും അലോയിൽസിൽ അവർ വെയിറ്റും റിഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം സിമിലറാണ് കേട്ടോ. ബാക്കി സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം ആണ്. അതായത് 200 കണ്ട സെയിം ഫ്രെയിം തന്നെയാണ്. അതായത് നമ്മുടെ പെരിമീറ്റർ ഫ്രെയിം തന്നെയാണ് വരുന്നത്. ഭയങ്കര കംഫർട്ട് വരുന്നൊരു ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ അതിൽ ചെറിയൊരു ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അലോയി കണ്ട ആ ഒരു സെയിം ഗ്രേ കളർ ഈ ഒരു ഫ്രെയിമിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാൻഡ്ലിംഗ് കംഫർട്ട് കോർണറിംഗ് സ്റ്റെബിലിറ്റി ഒക്കെ തരുന്ന ഫ്രെയിമാണ് കേട്ടോ. അത് ഭയങ്കര ഫീഡ്ബാക്കാണ് ഈ ഒരു പെരിമീറ്റർ ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ വണ്ടി 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്. NS160 ആകുമ്പോൾ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 200 ആകുമ്പോഴത്തേക്കും നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള അടുത്ത അപ്ഡേറ്റിലോട്ട് വരാം. നമ്മുടെ മീറ്ററിലാണ് ആ ഒരു അപ്ഡേഷൻ കാര്യങ്ങൾ വരാം. മീറ്ററിന് ഓണായി കാണിച്ചു തരാം.
മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ്. നമ്മുടെ ഇവിടെ ന്യൂട്രലിൻ്റെ എൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് എംറ്റി ഫീച്ചേഴ്സ് ഇതിലുണ്ട് കേട്ടോ. അതായത് റിമൈനിങ് പെട്രോളിൽ നമുക്ക് എത്ര റേഞ്ച് കിട്ടും എന്നുള്ള കാര്യമൊക്കെ കാണാൻ പറ്റും. പിന്നെ ആ ഒരു മീറ്ററിലൊന്നും അവർ മാറ്റിയിട്ടൊന്നുമില്ല, മീറ്ററിലൊന്നും വേറെ അപ്ഡേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഒരു സെമി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ തന്നെയാണ് വരുന്നത്. RPM ഒക്കെ ഇങ്ങനെ സൂചിയിൽ കയറി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ന്യൂട്രൽ ലൈറ്റ് കാണാൻ പറ്റും. ബാറ്ററി വാണിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഹൈ ബീം ലോ ബീം ഉണ്ട്. എഞ്ചിൻ ഓയിലിൻ്റെ ഒരു ലെവൽ കാണിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബജാജിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ട് ബ്ലൂ ആയിട്ട്. പിന്നെ ഈ ഒരു സൈഡിൽ ABSൻ്റെ ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഫ്യൂവൽ ഗേജ് എന്നൊക്കെ പറയുന്നത് ഈ ഡിജിറ്റലാണ്. പിന്നെ നമ്മളെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ടൈമുണ്ട്, ട്രിപ്പുണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, ടാക്കോമീറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ കിലോമീറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡിസ്റ്റൻസ് MT എന്നുള്ള ആ ഒരു ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബാക്കി സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ആ ഒരു സെയിം 2 സ്വിച്ച് തന്നെയാണ് വരുന്നത്, ബാക്കി സെറ്റിംഗ് എല്ലാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മീറ്ററുള്ള അപ്ഡേറ്റ്, അല്ലെങ്കിൽ 4 ബിഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് അത്രയാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. ഇപ്പോൾ വർത്താണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര വർത്താണ് കേട്ടോ ഈ ഒരു വണ്ടി എടുക്കുന്നത്. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1.35 ഒരു 1,35,000 ഇപ്പോൾ ബാക്കിയുള്ള ജസ്റ്റ് വണ്ടികളായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നമുക്ക് ഏത് വണ്ടിയിലാണ് അല്ലെങ്കിൽ USD ഫോക്സ് ഇത്രയും റേറ്റ് കുറഞ്ഞൊരു USD ഫോക്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഡ്യുവൽ ചാനൽ ABS കിട്ടുന്നത്, അല്ലെങ്കിൽ 300 mm ഡിസ്ക് സൈസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കളർ സ്കീം, പിന്നെ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അപ്ഡേറ്റ് ഉള്ള മീറ്റർ, അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. 200 എടുക്കാൻ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഗോ ഫോർ 200. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് രണ്ടും തമ്മിൽ ഏത് എടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ 160 നിങ്ങൾക്ക് അത്രയും പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ 160 പോവുക, അല്ലെങ്കിൽ മസ്റ്റ് ഗോ ഫോർ 200. കുറച്ചുകൂടെ ബെറ്റർ എഫിഷ്യൻസി ആയിട്ടുള്ള കുറച്ചുകൂടെ പവർഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള 200cc വണ്ടി നമുക്ക് കിട്ടും. 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ടുള്ള ഭയങ്കര പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ആ ഒരു വണ്ടിയിലോട്ട് തന്നെ പോകുക കേട്ടോ. പൈസ സീനില്ല എന്നുണ്ടെങ്കിൽ 160 ഒട്ടും മോശമൊന്നുമല്ല. ഫ്യൂൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡ്യുവൽ ചാനൽ ABS ഉണ്ട്, USD ഫോക്സ് സെയിം നമ്മൾ 200 കണ്ട സെയിം 95% ബോഡി പാർട്സ് എല്ലാം നമ്മൾ 200 കണ്ട ആ ഒരു സെയിം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അതും തമ്മിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വലിയ ഡിഫറൻസ് ഒന്നും എടുക്കാനൊന്നുമില്ല. ഇത് കാണുമ്പോഴത്തേക്കായാലും ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ദൂരെ നിന്ന് രണ്ടും കൂടെ ഒരുമിച്ച് ഓടി വരുവാണെങ്കിൽ ഇത് 160 ചെയ്ത് 200 ആണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അടുത്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അവർ സ്റ്റിക്കർ കാണുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ അത്ര എക്സ്പെർട്ട് ആണെങ്കിൽ അവർ എഞ്ചിൻ സൈഡ് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് 160 ആണ് തിരിച്ചറിയാൻ പറ്റുന്നത്. വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്നത് 17 bhp തന്നെയാണ്. മാക്സിമം ടോർക്ക് വരുന്നത് 14.6 Nm ആണ്. ബാക്കി പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം തന്നെയാണ്. ബാക്കി അപ്ഡേറ്റ് ഈ ഒരു പെയിൻറ്റ് സ്കീം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, NSൽ 200 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എഞ്ചിൻ സൈഡിൽ നിന്നുള്ള ഒരു പെയിൻറ്റ് ക്വാളിറ്റി ആയാലും, ഈ ഒരു ബ്ലാക്ക് കളർ ആയാലും, അല്ലെങ്കിൽ ഒരു ഡീകോൾസ് ഒക്കെ ആയാലും വണ്ടി കുറച്ചുകൂടെയൊക്കെ ഈ ഒരു USD ഫോക്സിൻ്റെ ഒരു നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കാണുമ്പോഴത്തേക്കുള്ളൊരു ഫീൽ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രീമിയം ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പെയിൻറ്റ് സ്കീം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ NS160 നമുക്ക് സ്റ്റിക്കേഴ്സ് കാണാൻ പറ്റും. ഈ ഒരു ഗ്രേയും ഈ ഒരു റെഡും ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഡീകോളൊക്കെ NS സീരീസിൽ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് NS160 പറ്റി പറയാനുള്ളത്. അപ്പോൾ എക്സ്ഷോറും പ്രൈസ് വരുന്നത് 1,35,000 ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അല്ലെങ്കിൽ ഇത് ആരെടുക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സിറ്റിയിൽ ഓടിക്കാൻ നിങ്ങൾക്ക് അത്ര ഭയങ്കര ഒരു പവറൊന്നും ഇല്ലാത്തൊരു വണ്ടി വേണം. പവറില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സിറ്റി ബൈക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിറ്റി യൂസ്, ഒരു ഡെയിലി കമ്മ്യൂട്ടർ ബൈക്കായിട്ടൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഡെയിലി യൂസ് എന്നുള്ള രീതിക്ക് നിങ്ങൾ വേറെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓഫീസിൽ പോകാനുള്ള ഡെയിലി യൂസ് അങ്ങനെയൊക്കെ ഒരു പർപ്പസിനായിട്ട് നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചോളുക. മാക്സിമം പറ്റുമെങ്കിൽ ഒന്ന് ടെസ്റ്റ് റൈഡൊക്കെ അടിച്ച് നോക്കുക. ഒരു 160cc വണ്ടിയാണെങ്കിലും ഇത് പവർ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത് അത്യാവശ്യം ഒന്ന് ക്വിക്കായിട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു പവർ ആൻഡ് പെർഫോമൻസ് ആയിരുന്നെങ്കിൽ ഓപ്പൺ റോഡിൽ ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇനിഷ്യലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് എക്സോസ് സൗണ്ട് നോക്കാം കേട്ടോ. എൻജിൻ സൗണ്ടിൽ 200 സെയിം എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഐഡിയൽ സൗണ്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് കാണിച്ചു തരാം. ഇതിന് മുമ്പത്തെ വേരിയൻറ്റുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത്, അതായത് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു സൗണ്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി ഭയങ്കര ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ഒരു ബാസ് ഫീലുണ്ട്, അതായത് കുറച്ചുകൂടെ ബേസ് ആയിട്ടുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എക്സോസ് സൗണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് NS160 പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി ലുക്കിനെ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു പുതിയ അപ്ഡേറ്റിനെ പറ്റി എന്താണ് നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വണ്ടി റിവ്യൂവിന് വേണ്ടി തന്നേക്കുന്നത് നമ്മുടെ കൊല്ലം സാരഥിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിങ്ങിനാണെങ്കിലും, അല്ലെങ്കിൽ വണ്ടിയെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാനാണെങ്കിലും, വേറെ എന്തെങ്കിലും എൻക്വയറി ആണെങ്കിലും നമ്മുടെ ആ ഒരു കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ബുക്ക് ചെയ്യാനാണെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.